വിവാദങ്ങൾക്ക് താൽക്കാലിക ബ്രേക്കിട്ട് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കും. പരിഷ്കാരങ്ങൾക്കെതിരായ കടുത്ത നിലപാടിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പിന്മാറിയതാണ് ഗതാഗത വകുപ്പിന് ആശ്വാസമായത്. മന്ത്രി കെ ഗണേഷ് കുമാറും CITU നേതൃത്വവുമായുള്ള നിർണായക ചർച്ച ഈ മാസം 23 നടക്കും. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, സമരത്തിൽ നിന്ന് CITU പിന്മാറിയിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നാണോ കാണേണ്ടത്? താൽക്കാലികമായിട്ടാണ് CITU പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. പൂർണ്ണമായും ഒരു പ്രതിഷേധം അവർ അവസാനിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഗതാഗത വകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അത് പരിഗണിച്ച ശേഷമാണ് തൽക്കാലത്തേക്ക് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ CITU തീരുമാനിച്ചത്. ഈ മാസം 23-ാം തീയതി CITU സംസ്ഥാന സെക്രട്ടറി ഇളമരം കരീം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറുമായി ചർച്ച നടത്തും. ആ ചർച്ചയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും യൂണിയനുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഈ പരിഷ്കാരങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന കാതലായ പല പ്രശ്നങ്ങളിലും ഇളവുകൾ വന്നിട്ടില്ല. ചില വിഷയങ്ങളിൽ മാത്രമാണ് സർക്കാർ ഒന്ന് വഴങ്ങിയിട്ടുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടുകളുടെ കാര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വാഹനം 15 വർഷത്തിൽ അധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും പിൻവലിക്കണമെന്നൊരു ഒരു ആവശ്യമാണ് യൂണിയനുകൾക്കുള്ളത്, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കുള്ളത്. അത് പക്ഷേ സർക്കാർ അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ഇളവ് അനുവദിച്ചൊരു പശ്ചാത്തലത്തിൽ താൽക്കാലികമായി സമരത്തിൽ നിന്ന് പിന്മാറുന്നു. നാളെ മുതൽ ഈ ടെസ്റ്റുമായി സഹകരിക്കുകയും ചെയ്യും. 23-ന് നടക്കുന്ന ഈ ചർച്ചയിൽ ഈ മറ്റു ആവശ്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അത് അംഗീകരിക്കാനോ പരിഗണിക്കാനോ മന്ത്രി തയ്യാറായില്ല എങ്കിൽ, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ സമരം വ്യാപിപ്പിക്കുമെന്ന് കൂടി CITU അറിയിച്ചിട്ടുണ്ട്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും അവർ അറിയിച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും മെയ് 1 മുതൽ പരിഷ്കാര നടപടികൾ പ്രഖ്യാപിച്ചു നടപ്പിലാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പ്രതിഷേധങ്ങളെ തുടർന്ന് ടെസ്റ്റുകളൊക്കെ മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നാളെ മുതൽ ഗതാഗത വകുപ്പിന് ഒരു താൽക്കാലിക ആശ്വാസമാകും. അത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. CITU ഈ സമരത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറിയെങ്കിലും ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമയുള്ള മറ്റു യൂണിയനുകളിൽ അതിൽ ഒരു അമർഷമുണ്ട്. അങ്ങനെ പിന്മാറിയത് ശരിയായില്ല, സമരവുമായി തന്നെ മുന്നോട്ട് പോകണമെന്നൊരു നിലപാട് അവർക്കുണ്ട്. ഏതായിരുന്നാലും 23-ന് ഇളമരം കരീമും ഗണേഷ് കുമാറും തമ്മിൽ നടത്തുന്ന ചർച്ച ഏറെ നിർണായകമായിരിക്കും. അതിനുശേഷം CITU എന്ത് നിലപാട് സ്വീകരിക്കും, സംയുക്ത സമരസമിതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏറെ പ്രധാനമായിരിക്കും. വിശദാംശങ്ങൾ നൽകിയത്.